LDF മാത്രമല്ല, നിങ്ങൾ അന്വേഷിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് 2 തവണ. അത് കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ, ഈ വർഷം ഏപ്രിലിൽ, ആ 2 തവണയും കൃത്യം തിരുത്തതൊക്കെയാണ്. 4/12/24 ഒന്നാം വട്ട ക്യാബിനറ്റിൽ ഇത് ചർച്ചയ്ക്കല്ല അജണ്ടയിൽ വന്നു. പിന്നീട് 9/4/25 അത് ക്യാബിനറ്റ് മുമ്പാകെ വന്നു. ആ 2 തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ, ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണത്. ആ വിഷയം പിന്നീട് ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDF ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി. ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിൻ്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ പിറന്നു കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത ശരിയാണെന്നറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, അറ്റ് ദാറ്റ് മൊമെന്റ് ഐ വാസ് നോട്ട് ഷുവർ ഓഫ് ദാറ്റ്. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു. ആ വാർത്ത ശരിയായിരുന്നു. ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFിന്റെ വഴി. LDFിന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്. അതിൻ്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFിലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കത്തിലെ സാരാംശം ഇതാണ്: LDFിലെ തീരുമാനം കൈക്കൊള്ളുന്ന വഴികളെ പറ്റിയുള്ള CPI കാഴ്ചപ്പാടാണ്. ഇതല്ല വഴിയെന്ന് LDFിനകത്ത് CPIക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നു ഞങ്ങൾ.
PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാം രേഖകളില്ല. നാനാഭാഗത്തു നിന്നും ഞങ്ങളത് ശേഖരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. PMCയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസാണെന്ന്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. ഞാൻ ആദ്യ ഭാഗം വായിക്കുന്നില്ല. സ്റ്റേറ്റ്സ്, UTs, KVS, JNV will implement all the provisions of National Education Policy NEP 2020 in entirety within the entire states or UT or KVS or JNV as the main objective of this scheme is to showcase the implementation of NEP 2020 through the PMC schools. ഇതാണ് ഞങ്ങൾ വായിച്ച രേഖയിലുള്ളത്. ഇതാണ് അതിലുള്ളതെങ്കിൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ രേഖ ഇതാണ്, ഇത് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അല്ല പ്രശ്നം ഇതാണ്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ലോങ് റൺ അതെങ്ങോട്ട് പോകും? അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യത്തിൽ CPMനുമുണ്ട് ഇതേ ആശങ്കകൾ. ഒന്നിലേറെ പ്രാവശ്യം CPIയെ പോലെ തന്നെ CPMും ഈ ആശങ്ക സകാരണമാണത് അതറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPIയും CPMും മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, എല്ലാ മതേതരവാദികളും, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരെല്ലാവരും ഒരുപോലെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് വെളിച്ചത്തിലാണ് ഇന്ത്യയിലെ മഹത്തായ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, AISF മാത്രമല്ല, AISFും SFIയും എല്ലാം അടങ്ങുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം